ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പ്ലാച്ചിമടയിലെ ഡോക്ടർ വർഗീസ് കുര്യൻ നഗറിൽ 2 ദിവസങ്ങളിലായി നടന്ന ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്ഷീരകർഷകർക്കും പശുക്കൾക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതികൾ വ്യാപകമാക്കും. കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനം കാരണം കേരളത്തിന്റെ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ കന്നുകുട്ടി പരിപാലന പദ്ധതി തുക സംസ്ഥാനം വെട്ടിക്കുറയ്ക്കില്ല. ഈ വർഷം 22 കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കൂടുതൽ തുക അനുവദിക്കാനാണ് ലക്ഷ്യം. കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനം കാരണം സംസ്ഥാനം തനതു ഫണ്ട് ഉപയോഗിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സ്ഥിതിയിലാണ്. ക്ഷീരഗ്രാമം പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. വയനാട് പ്രളയ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട ക്ഷീരകർഷകർക്കായി പാലക്കാട് ജില്ലയിലെ ക്ഷീരകർഷകർ 753 ചാക്ക് കാലിത്തീറ്റ എത്തിച്ചത് മാതൃകാപരമായ നടപടിയാണ്. പാലുൽപാദനത്തിൽ മുൻപന്തിയിലാണ് പാലക്കാട് ജില്ല. എങ്കിലും ഇനിയും ജില്ലയിലെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീര സംഘങ്ങളിൽ ക്ഷീരശ്രീ പോർട്ടൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, എല്ലാ സംഘങ്ങളിലും വരുന്നുണ്ട്. അപ്പം കൃത്യമായ നിലയിൽ ഒരു കർഷകൻ കൊണ്ടുവരുന്ന പാല് അളക്കുവാൻ, അതിൻ്റെ കട്ടി തിരിച്ചറിയുവാൻ, അതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ക്ഷീരസംഘങ്ങൾ മുഖേന വരിക. ക്ഷീരസംഘത്തിൻ്റെ തന്നെ നമുക്കറിയാം, അവരുടെ കണക്കുകൾ ഉൾപ്പെടെ തിരുവനന്തപുരത്തിരുന്ന് പരിശോധിച്ചാൽ നമുക്ക് നേരിട്ട് കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ ക്ഷീരശ്രീ പോർട്ടൽ വഴി വരികയാണ്. അങ്ങനെ നൂതനങ്ങളായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഈ ക്ഷീര വികസന വകുപ്പ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഏതു വിധത്തിലും നമുക്ക് ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പശുക്കളെ മേടിക്കുമ്പോൾ അവർക്ക് ഈ ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും ബുദ്ധിമുട്ടുന്നൊരവസ്ഥ നമുക്ക് കാണുന്നു. ഇത്തവണ ഞങ്ങൾ 8 കോടി രൂപ ഞങ്ങൾ തൽക്കാലം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ഞങ്ങളൊരു എഗ്രിമെൻറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ക്ഷീരമേഖലയെ ദോഷകരമായി ബാധിക്കുന്ന വിദേശ കരാറുകളെക്കുറിച്ച് കേരളത്തിലെ ക്ഷീരകർഷകർ ബോധവാന്മാരാകണമെന്നാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ, മിൽമ ചെയർമാൻ കെ എസ് മണി, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത എന്നിവർ പങ്കെടുത്തു. ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു എൻ നന്ദി പറഞ്ഞു. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ക്ഷീരകർഷകർ പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.